ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്നറിയോ? ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം മതേതര സെൻ്റർ ആണെന്നുള്ള ഡയലോഗ് അടിയാണ്. എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നത് ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ പറഞ്ഞത് എന്താണ്? മതേതര സെൻ്റർ എന്നുള്ള രീതിയിൽ. അത് മതേതര സെൻ്റർ അല്ല, അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചെല്ലുന്ന, പ്രാർത്ഥിക്കുന്ന, അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും വരാം, കാണാം. പക്ഷെ ആ പൂരം നടക്കുന്നത് ഹിന്ദു ക്ഷേത്രത്തില്ല. ഇത് പല ആൾക്കാരും പറയുന്നില്ല. ശബരിമല മതേതര സെൻ്ററായിട്ടാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയല്ല. ശബരിമല എന്ന് പറയുന്നത് ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അയ്യപ്പനെ വിശ്വാസമുള്ള ആൾക്കാർക്ക്, അത് എല്ലാ മതങ്ങളിലും പെടുന്ന ആൾക്കാർക്കും അയ്യപ്പനെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി തൊഴാം. അതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ കുറേ കാലമായിട്ടുള്ളൊരു തട്ടിപ്പാണ് കേട്ടോ. ഇപ്പം അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര സെൻ്ററാണ്, അവിടെ ഇത് പറ്റില്ല, അവിടെ അത് പറ്റില്ല എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഉത്തരവിറക്കും. ഇത് കുറേ ആൾക്കാർ വിശ്വസിക്കും, ഇത് കുറേ ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ശബരിമലയാവട്ടെ, ഗുരുവായൂരാവട്ടെ, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാവട്ടെ, വടക്കുന്നാഥ ക്ഷേത്രമാവട്ടെ, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള പൂരമാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാവട്ടെ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസമാണ്, അവരുടെ ആചാരമാണ്. ഇത് പല ആൾക്കാരും പറയുന്നില്ല. ഇനി എൻ്റെ ഒരു ചോദ്യം, ഇത് ബാക്കി കാര്യങ്ങളെ പറഞ്ഞുതരാം. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നത്, ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മുടെ പേജ് കാണുന്നത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം. നമുക്കിപ്പോൾ 25K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഒന്നും കൂടെ നമ്മുടെ ഫാമിലി വലുതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ നോക്കാൻ നേരുന്നത് മിനിസ്റ്റർ വാസൻ, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഈ പൂരം നടക്കുന്ന സ്ഥലത്ത്, അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് ജാതി, രാഷ്ട്രീയ, മതം, ഇപ്പം ജാതി രാഷ്ട്രീയ വേണ്ട, അവരുടെ ഒരു സിമ്പലും ക്ഷേത്രത്തിൽ വേണ്ട എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷെ മതത്തിൻ്റെ സിമ്പൽ വേണ്ട എന്ന് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി എങ്ങനെയാണ് പറയുന്നത്? ഹിന്ദു ക്ഷേത്രത്തിൽ മതത്തിൻ്റെ സിമ്പൽ വേണ്ട എന്നെങ്ങനെയാണ് പറയുന്നത്? മതത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം രാംലല്ല, അതായത് അയോധ്യയിലെ രാമക്ഷേത്രം, ഈ രാജ്യത്തെ കോടതി വിധിക്ക് ശേഷം നിർമ്മിച്ചാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അവിടുത്തെ രാംലല്ലയുമായി ബന്ധപ്പെട്ട് രാമൻ്റെ ചിത്രങ്ങൾ കുടമാറ്റത്തിൽ ഉപയോഗിച്ചു. ഈ നാട്ടിൽ അത് വലിയ വിവാദമാണ്. പല ആൾക്കാരും പറയുന്നത് മതേതരത്തിൻ്റെ പേര് കേട്ട തൃശ്ശൂർ പൂരത്തിൽ അയോധ്യയിലെ രാമനെ ഉയർത്തി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലെന്താ തെറ്റ്? ഹിന്ദു ക്ഷേത്രത്തിൽ അയോധ്യയിലെ രാമനല്ലാതെ പിന്നെ ആരെ ഉയർത്തി കാണിക്കണം? എനിക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയും. ഈ സ്പോർട്സിലുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ ബാക്കി അതുപോലെ കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങൾ അമ്പലത്തിൻ്റെ ഈ ആചാരപരമായിട്ടുള്ള പരിപാടിയിൽ ഉയർത്തി കാണിക്കും. ഇപ്പോൾ മെസ്സിയെ കാണിക്കുന്നു. എന്തിന്? സ്പോർട്സുകാരൻ എന്തിനാണ് അമ്പലത്തിലെ പരിപാടി കാണിക്കുന്നത്? ഇതാരാണ് ഇതൊക്കെ എടുത്ത് ആഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഇത് എന്തിൻ്റെ കാര്യം അങ്ങനെ ആഡ് ചെയ്യേണ്ടത്? സ്പോർട്സ് കാണിക്കേണ്ടത് സ്പോർട്സിൻ്റെ ഏരിയയിലല്ലേ, അമ്പലത്തിലൊരു പരിപാടിയിൽ നമ്മുടെ കൾച്ചറല്ലേ കാണിക്കേണ്ടത്, അല്ലേ? നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ സംസ്കാരമല്ലേ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആ വിശ്വാസപരമായിട്ടുള്ള സംസ്കാരങ്ങളല്ലേ ഉയർത്തി കാണിക്കേണ്ടത്. അതല്ലാതെ അമ്പലത്തിൻ്റെ പരിപാടിയിൽ മെസ്സിയെ കാണിക്കുക, അതുപോലെ കുറേ ആൾക്കാരെ കാണിക്കുക. എന്തിന്? അന്ന് അവരൊക്കെ കൈയടിച്ചിട്ട് രാമനെ കാണിക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നം. നമ്മുടെ കേരളത്തിലൊരു മീഡിയ, ഒരു അടുപ്പ് കൂട്ടി ചർച്ച, ഇവരിൽ നിന്ന് പറയുന്നത് കേട്ടു അയോധ്യയിലെ രാമനെ തൃശ്ശൂർ പൂരത്തിൽ ഉയർത്തി കാണിച്ചത് ഇച്ചിരി പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. രാമനെ അല്ലാതെ പിന്നെ ആരെയാണ് ഉയർത്തി കാണിക്കേണ്ടത്? രാമൻ എന്ന് പറയുന്നത് വേറെ രാമൻ, ഈ രാമൻ എന്നൊന്നുമില്ല. ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും രാമൻ ഒന്നേ ഉള്ളൂ. ഇപ്പം അത് ഡിവൈഡ് ചെയ്ത് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന് കോടതി നിർദ്ദേശിച്ചിട്ടില്ലേ രാമക്ഷേത്രം അവിടെ പണിഞ്ഞത്? അവിടെ വേറൊരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി ഒപ്പീനിയൻ പറയേണ്ടതായിട്ടുണ്ട്. ഇത് ഈ രാമനെ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഒരു പള്ളിയിൽ പരിപാടി നടക്കും. ഇപ്പോൾ പള്ളിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി നോക്കുക, നിങ്ങൾ മുസ്ലിം പള്ളി ഒരു എക്സാമ്പിൾ എടുത്ത്, അവിടെ പലതരത്തിലുള്ള പരിപാടികളുണ്ട്. അവിടെ ഒരു മതേതര പരിപാടി ഏതാ ഉള്ളത്? പള്ളിയിൽ ഒരു മതേതര പരിപാടി, പള്ളിക്കുള്ളിൽ നടക്കുന്ന, പള്ളിയുടെ കോമ്പൗണ്ടിൽ നടക്കുന്ന ഒരു മതേതര പരിപാടി എന്താ ഉള്ളത്? എല്ലാ മതങ്ങൾക്കും വന്ന് ചേർന്ന് നിന്ന് അവരുടെ ആചാരപരമായിട്ട് ഇണങ്ങി ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്ന ഒരു മതേതര പരിപാടിയുടെ ഒരു പേരൊന്ന് കമൻറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാ മതങ്ങളിലും മതേതര പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ വെറുതെ ആൾക്കാർ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കിടയിൽ അവരുടെ ആരാധനാലയങ്ങൾക്കിടയിലേക്ക് ഈ നൂറ്റാണ്ടിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ഉടായ്പ് ഡയലോഗടിയാണ് ഈ മതേതര പൂരം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഹിന്ദു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പൂരം, ആ പൂരത്തിലേക്ക് എല്ലാ മതങ്ങളിലുള്ളവർക്കും വന്നു നിൽക്കാം, ഒരു പ്രശ്നമില്ല. ആരോട് തൊട്ടുകൂടായ്മയില്ല, ആരും വരണ്ടെന്ന് പറയുന്നില്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. വരൂ, കാണൂ,
ഇതല്ലേ അവിടെ നടക്കുന്നത്. അതിന് പകരത്തേക്ക് ചുമ്മാ ആൾക്കാർ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരാണെന്നുണ്ടെങ്കിലും അതൊരു ഹിന്ദു ക്ഷേത്രമാണ്, അവരുടെ ആചാരപരമായിട്ട് മുമ്പോട്ട് വന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രം അത് ഹിന്ദു ക്ഷേത്രമാണ്, ഭയങ്കര പഴക്കമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്ഷേത്രമാണ്. അവിടെ നടക്കുന്നത് പൂരം എന്ന് പറയുന്നത് ആ വിശ്വാസപ്രകാരമായിട്ട് ഈ രാജ്യത്തെ കേരളത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പൂരമാണ്. ലോകത്തെ നമുക്ക് കാണിക്കാൻ പറ്റും ഇത് കേരളത്തിലൊരു പൂരമാണ്, ഇതാ ഇത് കണ്ടു നോക്കൂ എന്നുള്ള രീതിയിൽ. അത് ക്ഷേത്രത്തിലെ പൂരമാണ്. അതൊരു മതേതര എന്നുള്ള രീതിയിലൊക്കെ ഡയലോഗ് അടിച്ച് ചുമ്മാ ആൾക്കാരെ പറ്റിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? അതെന്ത് മതേതര പരിപാടി? അത് ക്ഷേത്രത്തിലെ ആചാര പരിപാടിയാണ് നടക്കുന്നത്. അവിടെ രാമനെ ഉയർത്തിയാൽ ആർക്കാണ് ചോദ്യം ചെയ്യാൻ അവകാശം? ഈ രാജ്യത്തെ കോടതി വിധിക്ക് ശേഷം അവിടെ ഒരു രാമക്ഷേത്രം വരും. ആ രാമക്ഷേത്രത്തിലെ രാമനെ മറ്റൊരു ഹിന്ദു ക്ഷേത്രമായിട്ടുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കുളമാറ്റത്തിൽ കാണിക്കുന്നു. അതല്ലേ കാണിക്കേണ്ടത്. പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ മതേതര സെൻ്റർ ആക്കുന്നതാണ്. മിനിസ്റ്റർ പറയുന്ന പോലെ ജാതി സംഘടനയുടെയും വേണ്ട, രാഷ്ട്രീയ സംഘടനയാണ് വേണ്ട. ഞാൻ ഈ പറയുന്നല്ലോ, RSSൻ്റെ ആണെന്നുണ്ടെങ്കിലും DFIയുടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ BJPയുടെ ആണെന്നുണ്ടെങ്കിലും CPMൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഫ്ലാഗും ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരേണ്ട. ഈ അടുത്ത സമയത്ത് ഒരു അമ്പലത്തിൽ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ പാർട്ടി വിപ്ലവഗാനം പാടുന്നുണ്ട്. നമ്മൾ വിമർശിച്ചായിരുന്നു. RSSകാർ ഈ ഗണഗീതം പാടുന്നുണ്ട്, നമ്മൾ വിമർശിച്ചു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അമ്പലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വിശ്വാസമായിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്, സെൻ്ററാണ്. മനസ്സിലായില്ലേ? ആ സെൻറ്ററിൽ രാഷ്ട്രീയ പാർട്ടികൾ കുത്തിക്കയറ്റി അവിടെ കൊടി ഉയർത്തേണ്ട ഒരു കാര്യമില്ല. അവിടെ കൊണ്ടുവന്ന് അരിവാൾ ചുറ്റുകയോ താമരയോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. താമര എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ BJP എന്ന് എഴുതി വെക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ RSSൻ്റെ സിമ്പലുള്ള കാവിക്കൊടി കാണിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ VHPയുടെ കാവിക്കൊടി കാണിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അമ്പലങ്ങളിൽ കാവിക്കൊടി ഉയർത്തരുത്, കാവി തോരണം കെട്ടരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അമ്പലത്തിൽ കാവി തോരണമല്ലാതെ കാവി കൊടിയല്ലാതെ പിന്നെ എന്ത് കാണിക്കണമെന്നാ? അല്ലെങ്കിൽ അമ്പലങ്ങളിൽ രാമനെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ ഒന്നും അല്ലാതെ പിന്നെ എന്ത് കാണിക്കണമെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നത്? എന്ത് കാണിക്കണമെന്ന്? ഇപ്പം രാഷ്ട്രീയ അല്ലെങ്കിൽ ജാതി ഇത് രണ്ടും വേണ്ട. ജാതി സംഘടനയുടെയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നും വേണ്ട, അതും നമ്മൾ സമ്മതിച്ചു. പക്ഷേ മതപരമായിട്ടുള്ള സിമ്പൽ യൂസ് ചെയ്യുന്നതൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പരമ പുച്ഛപ്പരിപാടിയാണ്, ആൾക്കാരെ പറ്റിക്കൽ പരിപാടിയാണ്. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഹിന്ദു ആചാരപ്രകാരം നടക്കുന്നൊരു പൂരത്തിൽ അവിടെ വന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പിൾസ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാ അലമ്പൂരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.